വെൽക്കം ടു മോൾ മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. ഇന്ന് നമുക്ക് ചക്ക ഉപ്പേരി ഉണ്ടാക്കിയാലോ. തൃശ്ശൂർ സ്റ്റൈൽ ചക്ക ഉപ്പേരിയാണ് കേട്ടോ. കോട്ടയംകാരുടെ ചക്ക ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്യുക, സ്നാക്സ് ആയിട്ട് കഴിക്കാൻ. ഇത് തൃശ്ശൂരുകാർ ചോറിൻ്റെ കൂട്ടത്തിൽ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കും. അങ്ങനത്തെ ഉപ്പേരിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേ. വെള്ളം അരക്കും വിട്ട് വരുവാണെങ്കിൽ എൻ്റെ അകത്തത് മൂത്തുന്നാണ്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒരു 10-20 വെളുത്തുള്ളി എടുക്കാം, 15 തൊട്ട് 20 വരെ ചെറിയുള്ളി എടുക്കാം, വറ്റൽമുളക് 7 എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ, കറിവേപ്പില. നമുക്ക് ഈ ചക്കയൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പാകത്തിന് ഉപ്പ്, ഒരു ഗ്ലാസ് വെള്ളം. ഇത് കുക്കറിൽ ഒറ്റ വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. വെളുത്തുള്ളിയും ചെറുള്ളിയും കുറച്ച് വറ്റൽമുളകും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇത് വെന്തിട്ടുണ്ട്, ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില ഇടാം, 2-3 വറ്റൽമുളക് ഇടാം, ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്. വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയിട്ട് ഇളക്കാം. ചക്കയിൽ ഉപ്പ് ചേർത്ത് വേവിച്ചുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല എരിവുണ്ട്. വെളുത്തുള്ളിയുടെയും ചെറുള്ളിയൊക്കെ വെളിച്ചെണ്ണ മൂത്ത് നല്ല സൂപ്പർ ടേസ്റ്റാണ്.
ഇതിൻ്റെ മണം മൂക്കിലടിച്ചിട്ട് കയറിയിട്ട് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുവാണ്. ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് എടുക്കട്ടെ. നമ്മുടെ ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു ഡെക്കറേഷൻ്റെ ആവശ്യമില്ല. ഇച്ചിരി ഉണക്കച്ചമീൻ സൈഡിൽ വെച്ചേക്കാം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിൽ സൈഡ് ഡിഷായിട്ടും കഴിക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. Thank you so much for watching.